കമുവിൻകോട് സെന്റ് ആന്റണീസ് കുരിശടി ആശീർവദിച്ചു. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 14, 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കമുകിൻകോട് വിശുദ്ധ അന്തോണീസ് ദേവാലയത്തിന്റെ ഭാഗമായ അവണാകുഴി ജംഗ്ഷനിലെ വിശുദ്ധ അന്തോണീസ് കുരിശടി അഭിമന്യ വിൻസെന്റ് സാമുവൽ പിതാവ് ആശീർവദിച്ചു. അവണാകുടിയിലെ വിശ്വാസികളുടെയും നാട്ടുകാരുടെയും ആവശ്യം പരിഗണിച്ചാണ് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് കുരിശടി നിർമ്മിച്ച് നാടിനെ സമർപ്പിച്ചതെന്ന് ഇടവക വികാരി ഫാദർ ഷൈജുദാസ് ഐവിഡി അറിയിച്ചു. പരിപാടിയിൽ ചുള്ളിമാനൂർ ഫൊറോന വികാരിയും ഇടവക അംഗവും കൂടിയായ ഫാദർ KJ വിൻസെന്റ്, നെയ്യാറ്റിൻകര ഫൊറോന വികാരി ഫാദർ VP ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ദൈവത്തിലേക്കുള്ള വഴി യേശുവാണെന്ന് യേശു അവകാശപ്പെട്ടു. കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും പരിപാലനയും എല്ലാ പ്രവാചകന്മാരും പ്രഘോഷിച്ചിരുന്നു, പഠിപ്പിച്ചിരുന്നു. അവസാന നാളുകളിൽ സമയത്തിൻ്റെ പൂർണ്ണതയിൽ രക്ഷയുടെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു തന്നെ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും പരിപാലനയും ജനങ്ങളെ പഠിപ്പിച്ചു. മാറനല്ലൂർ കൂരിയ ഉദ്ഘാടനം ചെയ്തു. മാറനല്ലൂർ കേന്ദ്രമാക്കി ലീജിയൻ ഓഫ് മേരിയുടെയും 18ാമത്തെ കൂരിയ സ്ഥാപിച്ചിരിക്കുകയാണ്. അഫീന്റെ പിതാവ് സ്ഥാപിച്ചതിൻ്റെ ആ ലെറ്റർ നമ്മൾ അല്പനിമിഷത്തിന് മുമ്പ് തന്നെ വായിച്ച് കേൾക്കുകയുണ്ടായി. 9 പള്ളികൾ ഒരുമിച്ച് ചേർത്ത് ഇവിടെ പുതിയൊരു കൂരിയ കടന്നു വന്നപ്പോൾ ഇവിടെയുള്ള എല്ലാവരുടെയും, ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും ചിരകാല അഭിലാഷം പൂർത്തീകരിക്കപ്പെടുകയാണ്. 6-7 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇപ്രകാരം ഒരു കൂരിയ സ്ഥാപിതമാകണമെന്ന് വൈദികരും അതോടൊപ്പം അമ്മയുടെ നാമധേയത്തിലുള്ള ലീജിയൻ ഓഫ് മേരി പ്രവർത്തകരും ആഗ്രഹിച്ചു. നെയ്യാറ്റിൻകര ലത്തീൻ രൂപതയിൽ ലീജിയൻ ഓഫ് മേരി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മാറനല്ലൂർ സെന്റ് പോൾസ് ദേവാലയം കേന്ദ്രമാക്കി മാറനല്ലൂർ കൂരിയ ഉദ്ഘാടനം ചെയ്തു. നെയ്യാറ്റിൻകര കമ്മീസിയത്തിലെ കീഴാറൂർ കൂരിയ ഉൾപ്പെട്ട മാറനല്ലൂർ, ഈരാറ്റിൻപുറം, വേലിക്കോട് എന്നീ ഇടവകകളിലും ഉപ ഇടവകകളിലും പ്രവർത്തിക്കുന്ന പ്രസിദ്ധീയങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് പുതിയ കൂരിയ ഉദ്ഘാടനം ചെയ്തത്. കൂരിയയുടെ ഉദ്ഘാടനം നെയ്യാറ്റിൻകര രൂപത മോൺസിഞ്ഞോർ G. ക്രിസ്തുദാസ് നിർവഹിച്ചു. പരിപാടിയിൽ ഫൊറോന വികാരി ഫാദർ വിൻസെന്റ് K. പീറ്റർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഫാദർ AS പോൾ, സിസ്റ്റർ മാർഗരറ്റ്, സെബാസ്റ്റ്യൻ, സുകുമാരൻ, ഷാജി, ജോൺ വർഗീസ്, സെൽവരാജ്, സതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് അമ്മ ഇന്ന് ആവശ്യപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ലീജിയൻ ഓഫ് മേരിയിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നിങ്ങളെല്ലാവരും ഭയങ്കര ബിസിയാണ്, തിരക്ക്, എല്ലാത്തിനും തിരക്കാണ്. എന്തിൻ്റെ തിരക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലവിധമായിട്ടുള്ള തിരക്കാണ്. ഒന്നുകിൽ ഒരുപക്ഷെ TV-യിൽ ഒരു സീരിയൽ കാണുന്ന സമയവും വരുമ്പോഴും ബാക്കിയെല്ലാം തിരക്കാകുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കൂടെ വരുന്ന ചില ചലഞ്ചസ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കൂടിക്കൂടി വരുമ്പോൾ അയൽക്കാരും സ്വന്തക്കാരും ഒക്കെ നമ്മൾ ഓരോ ആവശ്യം പഠിക്കുമ്പോഴും, അല്ലെങ്കിൽ കുടുംബത്തിലെ മക്കളുടെയും മറ്റൊരു വ്യക്തികളുടെയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും തിരക്കിലാണ്. ഫെബ്രുവരി 7-ന് കമുകിൻകോട് വിശുദ്ധ അന്തോണീസ് ദേവാലയത്തിൽ തിരുനാൾ ആരംഭിക്കും. കമുകിൻകോട് വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളുമായി ബന്ധപ്പെട്ട് കമുകിൻകോട് ഇടവക വികാരിയും കൗൺസിൽ അംഗങ്ങളും നെയ്യാറ്റിൻകരയിൽ പത്രസമ്മേളനം സംഘടിപ്പിച്ചു. മാധ്യമരംഗത്തെ പ്രമുഖർ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. വിശുദ്ധ അന്തോണീസിന്റെ പൂജ്യശരീരവും അത്ഭുത തിരുസ്വരൂപ പ്രതിഷ്ഠയുമുള്ള കമുകിൻകോട് പള്ളിത്തിരുനാൾ ഫെബ്രുവരി 7 മുതൽ 19 വരെയാണ് ആഘോഷിക്കുന്നത്.
13 ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷങ്ങളിൽ നെയ്യാറ്റിൻകര, തിരുവനന്തപുരം രൂപതകളിലെ വിവിധ വൈദികർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഇടവക വികാരി ഫാദർ ഷൈജുദാസ് അറിയിച്ചു. തെക്കൻ കേരളത്തിലെ അതിപ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് കമുകൻകോട് വിശുദ്ധ അന്തോണീസ് ദേവാലയം. വിശുദ്ധ അന്തോണീസിൻ്റെ പൂജ്യ ശരീരാംശവും അത്ഭുത തിരുസ്വരൂപ പ്രതിഷ്ഠയുമുള്ള ഈ ദേവാലയത്തിൻ്റെ തിരുനാൾ മഹാമകം 2012 ഫെബ്രുവരി 7 ചൊവ്വ മുതൽ 2012 ഫെബ്രുവരി 19 ഞായർ വരെ ആഘോഷിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. 7-ാം തീയതി കൊടികയറി, 17-ാം തീയതി ഭക്തിനിർഭരമായ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും, 18-ാം തീയതി ഭക്തിനിർഭരവും വർണ്ണോജ്വലവുമായ ചപ്രപ്രദക്ഷിണവും, 19-ാം തീയതി അഭിമന്യ വിൻസെൻ്റ് സാമുവൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ദിവ്യബലിയോടുകൂടി തിരുനാൾ സമാപിക്കുകയാണ്. ഈ തിരുനാളിൽ പങ്കെടുക്കുവാനും അനുഗ്രഹങ്ങൾ നേടുവാനായി ഈ നാട്ടിലെ എല്ലാവരെയും ഏറ്റവും ഹൃദ്യമായി കമുകൻകോട് ദേവാലയത്തിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു. ഉണ്ടൻകോട് സെന്റ് ജോൺസ് സ്കൂൾ വാർഷികം ആഘോഷിച്ചു. ഉണ്ടങ്കോട് സെന്റ് ജോൺസ് സ്കൂളിൽ വാർഷിക സമ്മേളനവും അവാർഡ് വിതരണവും കലാവിരുന്നും സംഘടിപ്പിച്ചു. ഓരോ വിദ്യാർത്ഥികൾക്കും അധ്യാപകർ പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം സ്നേഹസമ്പന്നമായ ഒരു ജീവിതശൈലി കെട്ടിപ്പടുക്കുന്നതിനും മാനുഷ്യ സ്നേഹത്തിന്റെ വക്താക്കളായി മാറുന്നതിനും വിദ്യാർത്ഥികളെ അധ്യാപകർ പഠിപ്പിക്കണമെന്നും രൂപതാ മെത്രാൻ അഭിമന്യ വിൻസെൻ്റ് സാമുവൽ പിതാവ് ആഹ്വാനം ചെയ്തു. ഈ വിദ്യാലയം ഈ നാട്ടിലുള്ള ഏവർക്കും അറിവ് പകർന്നു കൊടുക്കുന്നതിൽ ശ്രദ്ധാലുക്കളായിരിക്കുന്ന അധ്യാപകരെ നിങ്ങളുടെ ത്യാഗപൂർവമായ ഈ അധ്യാപന ശുശ്രൂഷയ്ക്ക് ഞാൻ നിങ്ങളെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് ആശംസകൾ നേരുന്നു. ഉണ്ടങ്കോട് സെയിൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 6 വർഷക്കാലം ഹെഡ് മാസ്റ്ററായി സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും കരസ്ഥമാക്കിയ ശ്രീ PK മധുസൂദനൻ സാറിനെ നെയ്യാറ്റിൻകര LC സ്കൂൾസ് മാനേജ്മെൻറ്റിൻ്റെ പേരിലും രൂപതാധ്യക്ഷൻ എന്ന നിലയിലും ഏറ്റവും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് ഹൃദ്യമായ ആശംസകൾ നേരുന്നു. നെയ്യാറ്റിൻകര രൂപതയിലെ ഏറ്റവും മികച്ച സ്കൂളിനുള്ള അംഗീകാരം ലഭിച്ചതിന് താൻ സന്തോഷിക്കുന്നു എന്നും ഈ അംഗീകാരം തുടർന്നുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പ്രചോദനമാകട്ടെ എന്നും ഫാദർ ജോണി കെ ലോറൻസ് അഭിപ്രായപ്പെട്ടു. അവസാനം നാഷണൽ അവാർഡ് നേടിയ മധു സാർ നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായി, അധ്യാപകനായി നമ്മുടെ കൂടെ ഉണ്ട് എന്നത് നമുക്ക് സന്തോഷമാണ്. മധു സാറ് ഒരു മാതൃക അധ്യാപകനാണ്. എല്ലാ അധ്യാപകർക്കും മാതൃകയായി നമ്മുടെ മുൻപിലുണ്ട്. ഒരു മാതൃക ഹെഡ് മാസ്റ്ററാണ്. സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി നമ്മുടെ മുൻപിലുണ്ട്. നമുക്ക് നല്ല മാതൃക നൽകി നമ്മുടെ മുൻപിലായിരിക്കുന്ന, നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മധു സാറിനെ ഉണ്ടൻകോട് സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും അനധ്യാപകരുടെയും എല്ലാ വിദ്യാർത്ഥികളുടെയും പേരിൽ ഏറ്റവും ഹൃദ്യമായ ആശംസകൾ അർപ്പിക്കുന്നു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവായ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ PK മധുസൂദനൻ സാറിനെ വേദിയിൽ പിതാവ് ആദരിച്ചു. പരിപാടിയിൽ M. യേശുദാസൻ, AT. ജോർജ് MLA, S. സേവിയർ, J. ഷൈൻകുമാർ, M. റജി, P. രാജേന്ദ്രൻ, P. ജയാംബിക തുടങ്ങിയവർ പങ്കെടുത്തു. പാറശാല ദേവാലയത്തിൽ 225 പേർക്ക് സ്ഥൈര്യലേപന കൂദാശ നൽകി.
പാറശാല സെന്റ് പീറ്റർ ദേവാലയത്തിൽ 225 പേർക്ക് സ്ഥൈര്യലേപന കൂദാശ നൽകി. രൂപതാമെത്രാൻ അഭിമന്യ വിൻസെന്റ് സാമുവൽ പിതാവിന്റെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് സ്ഥൈര്യലേപന കൂദാശ നൽകിയത്. കൂദാശ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും ജീവിത വിശുദ്ധി സൂക്ഷിച്ച് ദൈവത്തിന് അനുരൂപരായി തീരണമെന്ന് അഭിമന്യ പിതാവ് ആഹ്വാനം ചെയ്തു. പിതാവിന്റെ ഔദ്യോഗിക സന്ദർശന പരിപാടികൾക്ക് ഇടവ വികാരി ഫാദർ ടി ജെയിംസ് നേതൃത്വം നൽകി. യേശു ശിഷ്യന്മാർ ജനക്കൂട്ടങ്ങളെ പഠിപ്പിക്കുകയും അവരിൽ നിന്ന് ചിലരെ തൻ്റെ കൂടെ ആയിരിക്കുവാനും പിന്നീട് തൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ അയക്കപ്പെടുവാനും വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അപ്പോസ്തലന്മാർ. അപ്പോസ്തലന്മാർ പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണപ്പെട്ടു. മാറനല്ലൂർ സെന്റ് പോൾസ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ചു. സർവസംപൂജ്യൻ പിതാവിന്റെയും സൂനുവാം ശ്രീയേശുനാഥന്റെയും ദിവ്യാത്മാവിന്റെയും നാമത്തിൽ നിത്യപിതാവായ ദൈവത്തിൻ സ്നേഹവും ക്രിസ്തുനാഥന്റെ മാറനല്ലൂർ സെന്റ് പോൾസ് ദേവാലയത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തര തിരുനാൾ ആഘോഷിച്ചു. സ്നേഹം കണ്ടെത്തി അനുഭവിച്ച് പങ്കുവച്ച് ജീവിതം ഉദ്യാനസമമാക്കാം എന്ന് ഇടവവികാരി ഫാദർ രാജ്കുമാർ തന്റെ സന്ദേശത്തിൽ അറിയിച്ചു. തിരുനാളിന്റെ ദിവ്യകാരുണ്യ ദിവസത്തിൽ ഫാദർ ലെനിൻ ഫെർണാണ്ടസ് മുഖ്യ കാർമ്മികനായിരുന്നു. ഫാദർ ജെറോം സത്യൻ വചനം പങ്കുവച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ നടന്ന ജീവിത നവീകരണ ധ്യാനത്തിൽ ഫാദർ ജോസഫ് രാജേഷ് വചന പ്രഘോഷണം നടത്തി.